മേൽശാന്തി ആർക്കൊക്കെ പൈസ കൊടുക്കണം എന്നറിയോ? മേൽശാന്തി ആദ്യം പൈസ കൊടുക്കേണ്ടത് തന്ത്രിക്ക് കൊടുക്കണം, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുക്കണം, ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് കൊടുക്കണം, എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊടുക്കണം, ഗാർഡുമാർക്ക് കൊടുക്കണം, യൂണിയൻകാർക്ക് കൊടുക്കണം, കൂടെ നിൽക്കുന്ന സഹായികൾക്ക് മുഴുവൻ പേർക്ക് കൊടുക്കും. ഈ പൈസ എല്ലാം പിന്നെ മറ്റുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്ന് പലരും പല കാര്യത്തിന് സഹായത്തിന് വരും. ഇത് മുഴുവൻ കൊടുക്കേണ്ടത് മേൽശാന്തിയാണ്. സനോജിൻ്റെ ഷർട്ടിന് ഒരു ബട്ടൺസ് പോയി. സനോജ് എന്താ ചെയ്യുന്നത്? ഷർട്ട് മൊത്തം മാറും, അതോ ബട്ടൺസ് മാത്രം റിപ്പയർ ചെയ്യും? ബട്ടൺസ് വെക്കും. ഇപ്പം എത്ര 7-8 പാളികളായിട്ടാണ് ദ്വാരപാലകരുടെ ശില്പങ്ങൾ ഓരോന്നും അതൊന്ന് മോൾഡ് ഉണ്ടാക്കുന്നത്. എന്താ ഒരു സാധനം അവർ അതിൽ ഒട്ടിക്കും, അത് കരിങ്കല്ലുള്ള ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ സാധനം പതിച്ചിട്ടാണ് മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരിക്കുന്ന അതിൻ്റെ മൂല്യം അറിയാവുന്ന ഉണ്ണികൃഷ്ണൻ വെറും ഒരു ഉണ്ണികൃഷ്ണനല്ല, വലിയ കൃഷ്ണനാണ്. ഒരിക്കലും അതിൻ്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട് ഈ സാധനം ഉരുക്കത്തില്ല. ഇത് സ്മാർട്ട് ക്രിയേഷനും ഉണ്ണികൃഷ്ണൻ നമ്പൂരിയും പിന്നിലുള്ള ചില ആൾക്കാരും ചേർന്ന് ഉണ്ണികൃഷ്ണനെ പ്രതിയാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ മുകളിലേക്ക് ഇതൊക്കെ വെച്ച് കെട്ടുക എന്ന് എൻ്റെ ഒരു വിശ്വാസം. ഈ സ്പോൺസർമാരുടെ എല്ലാം ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഭാഷയും അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി അവരോട് പറയുന്നു ഇത്ര ഇന്ന ചെയ്യണം, അതനുസരിച്ച് പുള്ളി മേടിക്കും. അതിൻ്റെ ഒരു വീതം ഇവർക്കെല്ലാവർക്കും കൊടുക്കും. ഇവർക്കത് കിട്ടിയാൽ മതി. ചോറ്റാനിക്കരയമ്മ എന്ന് വിളിക്കുമോ? കാടാമ്പുഴ പോയ കാടാമ്പുഴ അമ്മയെന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. അതാത് ദേവികളും ദേവന്മാരും ഒക്കെ അതാത് പേരിൽ അറിയപ്പെടും. പക്ഷേ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഒരു തുളസി മാല നമ്മൾ കഴുത്തിൽ അണിയിച്ചാൽ നമ്മളൊന്നീ സ്വാമിയാണ്, അല്ലെ അയ്യപ്പനാണ്. ഇപ്പോൾ ഈ വാജിവാഹനം വെള്ളിയിൽ പണിതാണ്, അതിൻ്റെ അത് ഇറിഡിയമുണ്ടെന്ന് പറയുന്നു. സ്വർണം പൊതിഞ്ഞതാണ്, പൂശിതല്ല. ഈ സാധനത്തിൻ്റെ വില 50 100 കോടിയല്ല, 500 1000 കോടി ഇതിന് മൂല്യം വേണ്ട. അതാണ് ഇതിൻ്റെ വില. എനിക്കതിൽ വേണം കേസ് കൊടുക്കണം, ഞാൻ തെളിയിക്കാം. എൻ്റെ തെളിവുണ്ട്. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 20 വർഷമായിട്ട് ഈ 2006 കേസ് ഉണ്ടായ കാലം തൊട്ട് ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ്. എനിക്കതിൻ്റെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. മേൽശാന്തിക്ക് ഒരു വർഷം ഒരു മേൽശാന്തിക്ക് എത്ര രൂപ കിട്ടും? അല്ല, ഇപ്പം സ്വാഭാവികമായിട്ടും മലയാളികൾ കൊടുക്കുന്ന പോലെ അല്ലല്ലോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കണക്ക് പറയാൻ. ഒരു ഓണം മെമ്പർ എത്ര കോടിയാണ്? 25 കോടി രൂപയാണ് ഒരു ഓണം മെമ്പർ. ഓണം മെമ്പർ അടിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ കൈ കിട്ടും? 17 കോടി, 15 കോടി, 16. അത്രയും പൈസയാണ് ഒരു മേൽശാന്തിക്ക് ചെലവുകളെല്ലാം കഴിഞ്ഞ് മിച്ചം കിട്ടുന്നത്. മേൽശാന്തി ആർക്കൊക്കെ പൈസ കൊടുക്കണം എന്നറിയോ? മേൽശാന്തി ആദ്യം പൈസ കൊടുക്കേണ്ടത് തന്ത്രിക്ക് കൊടുക്കണം, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുക്കണം, ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് കൊടുക്കണം, എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊടുക്കണം, ഗാർഡുമാർക്ക് കൊടുക്കണം, യൂണിയൻകാർക്ക് കൊടുക്കണം, കൂടെ നിൽക്കുന്ന സഹായികൾക്ക് മുഴുവൻ പേർക്ക് കൊടുക്കും. ഈ പൈസ എല്ലാം പിന്നെ മറ്റുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്ന് പലരും പല കാര്യത്തിന് സഹായത്തിന് വരും. ഇത് മുഴുവൻ കൊടുക്കേണ്ടത് മേൽശാന്തിയാണ്. മേൽശാന്തി എവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ കിട്ടുന്ന പൈസയിൽ നിന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് പല കാര്യത്തിലും അവർക്ക് അഴിമതി കാണിക്കേണ്ടി വരും. അഴിമതി കാണിക്കാൻ പറ്റുകയില്ല. മേൽശാന്തിയുടെ പൈസ ഞങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് ഇവർ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇവർക്ക് പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഒരപ്പോ ഒരമണയോ ഒരു പ്രസാദം പോലും അവിടുന്ന് കൊണ്ടുവന്നില്ല. മറ്റേ ശബരിമല സ്പെഷ്യൽ കമ്മീഷനൊക്കെ പോകുമ്പോൾ അവരുടെ വണ്ടിയിൽ എടുത്ത് വെക്കും, കോടതിക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് അപ്പോൾ ആരാണ് ഇവർ ചോദിച്ചില്ല. അത് സത്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പമ്പയില്. ഇവർ ചോദിച്ചിട്ടില്ല. അതിപ്പോൾ ഈ ഇത്തരത്തിലല്ല, മെയിൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ റവന്യൂവിൻ്റെ ആകട്ടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാകട്ടെ സർക്കാർ തലത്തിലുള്ള അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ളവർ ഉൾപ്പെടെയുള്ളവർ അവർ വരുമ്പോൾ ഈ കൂടെ വരുന്ന ഗൺമാൻ ഒരു വലിയ സഞ്ജീവമായിട്ടാണ് വരുന്നത്. തിരിച്ച് പമ്പയിൽ ഇവരുടെ വണ്ടിയിൽ ഡിക്കിയിൽ ഈ പ്രസാദം കിൻഡൽ കണക്കിന് എടുത്ത് വെച്ചോണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അരവണ, കലണ്ടർ എല്ലാം കൊടുക്കും. ഡയറി, കലണ്ടർ എല്ലാം. ഈ പ്രാവശ്യം ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ സാറിന് അദ്ദേഹം ഇതൊന്നും വാങ്ങത്തില്ല. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തിട്ട് ഒരു പാക്കറ്റ് അപ്പോൾ അരവണയും മേടിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോകുന്നത്. അദ്ദേഹത്തിന് കോടതിക്ക് കൊടുക്കുക, അത് എൻ്റെ പണിയല്ലെന്ന് പറയും. കോടതിക്ക് ഒന്നും കൊണ്ട് കൊടുക്കണമല്ല, അവരവർക്ക് ആവശ്യമുള്ള അവരവർ മേടിച്ചോളും. അദ്ദേഹം കൊണ്ടുപോകത്തില്ല, അദ്ദേഹം മേടിക്കത്തില്ല. കാരണം ഒരാളിൻ്റെ ഒരു സൗജന്യം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അവരോർക്ക് നമുക്കൊരു കടപ്പാടുണ്ടാകും. ശബരിമല കടപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കടപ്പാടുണ്ടാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൈസ ഇവരെല്ലാം മേടിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവർക്കും ധാരാളമായിട്ട് പൈസ ഉണ്ടാക്കും. ഈ സ്പോൺസർമാരെ ഇവർ നേരിട്ട് മുട്ടിക്കത്തില്ല. ഉണ്ണിയുടെ സ്വാധീനം കണ്ടിട്ട് സ്പോൺസർമാർ ഉണ്ണിയെ വിശ്വസിച്ചിട്ടാണ് ഇത് ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും, അവരോടൊപ്പം വർത്തമാനം പറഞ്ഞ് വീഡിയോ എടുക്കും. അപ്പോൾ ആ സ്വാധീനം എനിക്ക് എത്ര സ്വാധീനമുണ്ട് ശബരിമല, എനിക്ക് ഞാൻ വിചാരിച്ചു എന്നും നടക്കും എന്നുള്ള സ്വാധീനം വന്നിട്ട് ഇവർക്കെല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് ശബരിമല ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശബരിമല സ്വർണ്ണപ്പാളികളുടെ കാര്യമാണ്. ഈ സ്വർണ്ണപ്പാളി ചെമ്പായെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് സംഭവം എന്നറിയോ? ശബരിമല ശ്രീകോവിൽ എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് സോപാനം കഴുകി വൃത്തിയാക്കും. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ടവൽ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉച്ചപൂജ ആരംഭിക്കുന്നത്. അപ്പോൾ തന്ത്രി മേൽശാന്തിയൊക്കെ ഒന്ന് നമസ്കരിക്കുന്ന, അപ്പം അവിടെ നനവ് പാടില്ല, അത് നല്ല വൃത്തിയായിട്ട് തുടയ്ക്കും.
ആ കൂട്ടത്തിൽ ഈ സോപാനത്തിലേക്ക് ഓസിലാണ് വെള്ളം അടിക്കുന്നത്, വെള്ളം ചീറ്റിച്ചാണ് കഴിയുന്നത്. അപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ താഴെ പീഠത്തിൻ്റെ അവിടെയും വെള്ളം അടിക്കും. അപ്പം പീഠത്തിൻ്റെ ഈ ഭാഗത്ത് ശകലം ഒരു ബോർഡർ പോലെ പുറത്തോട്ട് തള്ളിയാണ് നിൽക്കുന്നത്, ഒരു പാമ്പിൻ്റെ ഡിസൈൻ പോലെ. അവിടെ ഒരു 5 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഒരു 7 സെൻറ്റിമീറ്റർ ഉദ്ദേശമാണ് പറഞ്ഞത്, കൃത്യം ഞാൻ അളന്ന് നോക്കിയിട്ടില്ല, ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ ചെറുതായിട്ട് ചെമ്പ് രാശി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനും കണ്ടതാണ്. എന്നുവെച്ചാൽ അത്ര സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ല മൊത്തത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു കാര്യം അത്ര അവിടെ കേടുണ്ടായിരുന്നുള്ളൂ. കേട് എന്ന് പറയാനൊക്കത്തില്ല, ചെമ്പ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം അടിച്ച് കൊള്ളുന്നു, സ്ഥിരമായിട്ട് ഇങ്ങനെ ടവലിട്ട് തുടയ്ക്കുന്നുണ്ട് ആ 2 ഭാഗത്ത് 2 സൈഡിലും. പിന്നെ നെയ്യ് അഭിഷേകത്തിന് അകത്തോട്ട് നെയ്യ് കൊടുക്കുന്നത് ഈ സൈഡ് വഴിയാണ്, അപ്പുറത്തെ സൈഡ് വഴിയാണ് നെയ്യ് മേടിച്ചിട്ട് പോകുന്നത്. VIP കളായിട്ടുള്ള ആൾക്കാർ ദർശനത്തിന് നിൽക്കുന്നത്, മന്ത്രി വന്നാലും ഏത് ഇടത്തെ സൈഡിൽ, അതായത് ശ്രീകോവിലിൻ്റെ പിന്നെ തെക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം അവിടെ മാത്രമാണ് ഇതുണ്ടായത്. അവിടെ കേടുണ്ടായാൽ ഇപ്പം സനോജിൻ്റെ ഷർട്ടിന് ഒരു ബട്ടൺസ് പോയി, സനോജ് എന്താ ചെയ്യുന്നത്, ഷർട്ട് മൊത്തം മാറും, അതോ ബട്ടൺസ് മാത്രം റിപ്പയർ ചെയ്യും, ബട്ടൺസ് വെക്കും. ഇപ്പം എത്ര 7-8 പാളികളായിട്ടാണ് ദ്വാരപാലകരുടെ ശില്പങ്ങൾ ഓരോന്നും അതൊന്ന് മോൾഡ് ഉണ്ടാക്കുന്നത്. എന്താ ഒരു സാധനം അവർ അതിൽ ഒട്ടിക്കും, അത് കരിങ്കല്ലുള്ള ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ സാധനം പതിച്ചിട്ടാണ് മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഈ സാധനം മുഴുവൻ അഴിച്ചുകൊണ്ട് പോയി ഇവർ ഹൈദരാബാദിൽ കൊണ്ടുപോയി മോൾഡ്, വേറൊരു മോൾഡ് ഉണ്ടാക്കി ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ശബരിമല കൊണ്ടുവന്നിരിക്കുന്നത് 100%. ഈ ശബരിമല ഇവർ പറയുന്ന മുഴുവൻ ഒരു നാടകമാണ്. ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരിക്കുന്ന അതിൻ്റെ മൂല്യം അറിയാവുന്ന ഉണ്ണികൃഷ്ണൻ വെറും ഒരു ഉണ്ണികൃഷ്ണനല്ല, വലിയ കൃഷ്ണനാണ്. ഒരിക്കലും അതിൻ്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട് ഈ സാധനം ഉരുക്കത്തില്ല. ഇത് സ്മാർട്ട് ക്രിയേഷനും ഉണ്ണികൃഷ്ണൻ നമ്പൂരിയും പിന്നിലുള്ള ചില ആൾക്കാരും ചേർന്ന് ഉണ്ണികൃഷ്ണനെ പ്രതിയാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ മുകളിലേക്ക് ഇതൊക്കെ വെച്ച് കെട്ടുക എന്ന് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ സാധനം ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശതകോടീശ്വരൻ്റെ പൂജാമുറിക്കകത്ത് ഈ സാധനമുണ്ട്. അല്ലെങ്കിൽ ഇത് പാർട്ടായിട്ട് അഴിച്ച് വിറ്റിട്ടുണ്ടാവാം, ചിലപ്പം ഒളിപ്പിച്ചിട്ടുണ്ടാവാം. പകരം ഇത്രയും സമയം എടുത്ത്, കാരണം ശബരിമലയിൽ നിന്ന് ഒരു സാധനം ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് ബാംഗ്ലൂർ ഹൈദരാബാദ് ചുറ്റിയല്ലല്ലോ ചെന്നൈക്ക് പോകുന്നത്. കാരണം 24 മണിക്കൂർ അങ്ങേറ്റമാണ്, 24 മണിക്കൂറിൽ നമുക്ക് ചെന്നൈ ചെല്ലാം. ഈ സാധനം ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പൂജിച്ചു, പലരെയും പ്രദർശിപ്പിച്ചു. അതിനുശേഷം ഹൈദരാബാദിൽ കൊണ്ട് ഈ 39 ദിവസത്തെ ഇതിൻ്റെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സഞ്ചാരപാത ഇവരാരും പറയുന്നില്ല. സഞ്ചാരപാത ഇതിനും പറയും. എൻ്റെ ബലമായ സംശയം ഇതേ സാധനത്തിൽ നിന്നും വേറെ മോളിലുണ്ടാക്കിയിട്ടാണ് ആ സാധനമാണ് അവിടെ സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇതിൽ അളവ് വ്യത്യാസം, അവിടെയാണ് അളവ് വ്യത്യാസം വന്നത്. കാരണം യഥാർത്ഥ മോൾഡിൽ നിന്നും യഥാർത്ഥ മോൾഡുണ്ടാക്കിയ എങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നേരിട്ടാണ്, അല്ലാതെ മോൾഡിൽ നിന്നും വേറെ മോൾഡുണ്ടാക്കാൻ പോയത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് അളവ് വ്യത്യാസം വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. കാരണം തന്ത്രി അറിയാതെ ശബരിമല ഒന്നും നടക്കില്ല. കാരണം തന്ത്രി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, തന്ത്രി ഒപ്പിട്ടിട്ടില്ല, തന്ത്രിയുടെ പേരേ ഉള്ളൂ. തന്ത്രി അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. കാരണം തന്ത്രിയോട് ശബരിമല ഉണ്ണികൃഷ്ണൻ വന്നെങ്ങനെ, ബാംഗ്ലൂര് ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി താഴോൺ കുടുംബത്തിലാണ് താന്ത്രിക രാജീവർക്കാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്ന ആളാണ്. അവിടെ നിന്ന് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പുള്ളി അവിടെ നിന്ന് പോയി. അവിടുന്ന് പറയുമ്പോൾ രാജീവ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം മുറിയിൽ അദ്ദേഹത്തെ അടുപ്പിച്ചില്ല, അപ്പറയാണ് നിർത്തത്. അപ്പറ നിർത്തിയ കഴിഞ്ഞാലും പ്രൊമോട്ടറായിട്ട് അഭിപ്രായം വന്നത്. അപ്പം അവിടെ നിന്ന് പുള്ളി എല്ലാവർക്കും, കാരണം അവിടെ നിൽക്കുന്ന എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകുന്നിടം വരെ ശബരിമലയിൽ ആർക്കും യാതൊരു ആക്ഷേപവും ഇല്ല. കാരണം ഒരാക്ഷേപവും വരാത്ത രീതിയിലാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എല്ലാവർക്കും, കാരണം സ്പോൺസർമാരും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട്, അല്ലെങ്കിൽ സ്പോൺസർമാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിട്ട്, സ്പോൺസർമാരും തന്ത്രിയായിട്ട്, മേൽശാന്തിയായിട്ട്, കീശാന്തിയായിട്ട് ഒരു ബന്ധവുമില്ല. ഈ സ്പോൺസർമാരുടെ എല്ലാം ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഭാഷയും അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി അവരോട് പറയുന്നു ഇത്ര ഇന്ന ചെയ്യണം, അതനുസരിച്ച് പുള്ളി മേടിക്കും. അതിൻ്റെ ഒരു വീതം ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഇവർക്കത് കിട്ടിയാൽ മതി. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്നതൊക്കെ ഇത് ചെയ്തുകൊണ്ട്. കാരണം ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ, ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടള, ദ്വാരപാലക ശില്പങ്ങൾ, ഇത് മൊത്തം അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ തന്ത്രി അറിയാതെ പറ്റും. തന്ത്രി എഴുതി കൊടുത്ത കേടുപാടുകളുണ്ടെന്ന് തന്ത്രി എഴുതി കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് ബഹുമാനമുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോൾ സ്നേഹവും ഇല്ല, ബഹുമാനവും ഇല്ല. ഞാൻ ശക്തമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത ഭഗവാനോടാണ് വേണ്ടത്. ഭഗവാനോട് പ്രതിബദ്ധത ഇല്ലാത്ത ഒരാൾ തന്ത്രിയെന്ന് പോലും വിളിക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തിന് പണം കിട്ടണം, അദ്ദേഹത്തിന് പദവി. ഇപ്പം ശബരിമല അടുത്തിടെ ഉണ്ടായി, നമ്മുടെ നവഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞു. നിങ്ങൾ പോയി നോക്ക്.
ഒരിക്കലും കുംഭൻ രാശിയിൽ നിങ്ങൾ ഏത് ജ്യോതിഷനോട് ചോദിച്ചു കുംഭൻ രാശിയിൽ ഒരു ഇത് നടക്കില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ടേണിൽ അദ്ദേഹത്തിന് നടത്തണം, എന്നെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ വീതം കിട്ടുള്ളൂ. അതുപോലെ തന്നെ മുരാരി ബാബു ഇരിക്കുന്ന സമയത്ത് മുരാരി ബാബുവിന് കിട്ടണമെങ്കിൽ ആ സമയത്ത് അത് നടക്കണം. ഞാൻ ഒരുപാട് ജ്യോതിഷന്മാരടിച്ചു, എല്ലാവരും പറഞ്ഞു കുംഭൻ രാശി ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ ചെയ്തയാളും ചെയ്യിച്ചയാളും അവരുടെ സന്തതി പരമ്പരകളും അനുഭവിക്കുമെന്നാണ് പല ജ്യോതിഷന്മാരും എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അന്ന് ഫലിപ്പത് ചെയ്താലും നിന്നു ഫലിപ്പത് ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നിസാരപ്പെട്ട കാലം, വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട്. എവിടെ വിളി പൊങ്ങുന്നു ഇത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്നു വിളിക്കുവിൻ മക്കളെ സ്വാമിയേ ശരണമയ്യപ്പ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ശബരിമല ചെല്ലുമ്പോൾ. ആണ്ടൂർ സ്വാമിയാണ് അന്ന് അയ്യപ്പ സേവാ സംഘത്തിലെ ഒരു താടിയും മുടിയൊക്കെ അപ്പൂപ്പൻ താടി പോലെ നരച്ചൊരു അപ്പൂപ്പനായിരുന്നു. അദ്ദേഹം എനിക്കറിയത്തില്ല ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അന്ന് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ്, എവിടെ വിളി പൊങ്ങുന്നു ഇത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്നു വിളിക്കുവിൻ മക്കളെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന്. കാരണം ശബരിമലയ്ക്ക് പോകണമെന്നില്ല അയ്യപ്പ സ്വാമി വിളിക്കും. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും നമ്മൾ വിളിക്കുന്നിടത്ത് ശരണം വിളി കേൾക്കുന്നത് അയ്യപ്പൻ വരുമെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് നമുക്ക് ചെറു മനസ്സിലെ 9 വയസ്സുള്ള ഒരു പയ്യൻ്റെ മനസ്സിൽ അയ്യപ്പൻ കുടിയേറിയത് അങ്ങനെ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും മറ്റുള്ള ക്ഷേത്രം പോലല്ല ശബരിമലത്തെ വിശ്വാസം. പിന്നെ ശബരിമലയ്ക്കുള്ള ഏറ്റവും വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വ്രതം എടുത്ത് ഒരു രുദ്രാക്ഷമാല കഴുത്തിലാണ്, അല്ലെങ്കിൽ തുളസിമാല നമ്മൾ കഴുത്തിലിട്ടാൽ അന്ന് മുതൽ നമ്മൾ അയ്യപ്പനാണ് അല്ലെങ്കിൽ സ്വാമിയാണ്. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ നമ്മളെ ഗുരുവായൂരപ്പാന്ന് വിളിക്കുമോ? ഏറ്റുമാനൂർ പോയാൽ നമ്മളെ ഏറ്റുമാനൂരപ്പാന്ന് വിളിക്കുമോ? ചോറ്റാനിക്കരയ്ക്ക് പോയാൽ ചോറ്റാനിക്കരമ്മയെന്ന് വിളിക്കുമോ? കാടാമ്പുഴ പോയാൽ കാടാമ്പുഴ അമ്മയെന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. അതാത് ദേവികളും ദേവന്മാരും ഒക്കെ അതാത് പേരിൽ അറിയപ്പെടും. പക്ഷേ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഒരു തുളസി മാല നമ്മൾ കഴുത്തിൽ അണിയിച്ചാൽ നമ്മളൊന്നീ സ്വാമിയാണ് അല്ലെങ്കിൽ അയ്യപ്പനാണ്. അങ്ങനെ സ്വന്തം പേര് പോലും ഭക്തന് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു സന്നിധി ലോകത്തിൽ ശബരിമല മാത്രമേ ഉള്ളൂ. ശബരിമല പോകുന്നതിന് മാത്രമേ ഉള്ളൂ കറുപ്പ് കൂടുതൽ കാവി കൊടുത്ത് നീല കൊടുത്ത് ശബരിമലയ്ക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കർശനമായ വ്രതാനുഷ്ഠാനത്തോടെ ശബരിമലയ്ക്ക് പോകുന്നുള്ളൂ. ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതായ ഇവർ ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ഇവരാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറയുമ്പോൾ എനിക്ക് ആവേശം കൊണ്ടൊക്കെ പറഞ്ഞു പോകാനാണ് തെറ്റിദ്ധരിക്കുന്നത്. കഴിഞ്ഞ ശബരിമല സീസണിൽ രാജീവ് തന്ത്രി പറഞ്ഞെന്താ, ശബരിമല വരുന്നവർ കർപ്പൂരം കൊണ്ടുവരാൻ പാടില്ല. കാരണം കർപ്പൂരപ്രിയനാണ് അയ്യപ്പൻ. കർപ്പൂരം കൊണ്ടുവരാൻ പാടില്ല, സാമ്പ്രാണി കൊണ്ടുവരാൻ പാടില്ല. ശബരിമല ധൂപം പ്രാർത്ഥനയുണ്ട്. കർപ്പൂരം കർപ്പൂരം കത്തിച്ച് സാമ്പ്രാണി കത്തിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? മാളികപ്പുറത്തൊക്കെ ആൾക്കാർ പുകയടിക്കത്തില്ലേ? അങ്ങനെ പ്രാർത്ഥനയുണ്ട്. മാളികപ്പുറത്ത് നാളികേരം ഇട്ടാൻ പാടില്ല. മാളികപ്പുറത്ത് ഇതെല്ലാം ആചാര വിരുദ്ധമാണത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് പുള്ളി പറയുന്നത്. പുള്ളി ഒരു തന്ത്രിയാണെന്നുള്ളൊരു സ്വയം ഒരു തോന്നലുണ്ടാവണം. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം ഉയർത്തിയതും അങ്ങ് തന്നെയാണ്, ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരണം വാജിവാഹനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ശബരിമല ഒരു ദേവപ്രശ്നം നടന്നു. ആ ദേവപ്രശ്നത്തിൽ പ്രശ്നകാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലെ കൊടിമരം അങ്ങ് ദ്രവിച്ചിരിക്കുകയാണ്, കൃമികീടങ്ങളുണ്ട്, അശുദ്ധിയാണ്, അതുകൊണ്ട് കൊടിമരം മാറണം. അപ്പോൾ അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന ഒരാളാണ് എഴിക്കോട് ശശി നമ്പൂതിരി. അദ്ദേഹം ഗുരുവായൂരെ മേൽശാന്തിയായിരുന്നു, പിന്നീട് ശബരിമല മേൽശാന്തിയായി. അപ്പോൾ അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ശബരിമലത്തെ പഴയ കൊടിമരം പ്രതിഷ്ഠിക്കുന്നത്, 1970കളിലാണ്. അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കൊടിമരം മാറ്റുന്ന സമയത്തും ഈ ദേവപ്രശ്നം നടക്കുന്ന സമയത്തും പുതിയ കൊടിമര പ്രതിഷ്ഠ നടക്കുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല, ഇത് കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടായിരിക്കും, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാജീവ് ഗാന്ധി അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടാൻ പോയില്ല. അത് കഴിഞ്ഞ് കൊടിമരം മാറാൻ വേണ്ടിയിട്ട് ആദ്യം അഡ്വക്കേറ്റ് കമ്മീഷൻ നമ്മുടെ കുറുപ്പിയേട്ടനാണ് അതിൻ്റെ നിരീക്ഷകൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൊടിമരം അഴിച്ചു മാറ്റുന്നത്. അപ്പോൾ ഈ കൊടിമരം ദഹിപ്പിക്കാൻ വേണ്ടി ചിതവരെ അവിടെ തയ്യാറാക്കിയെന്ന് ഓർക്കണം. കൊടിമരം ആദ്യം വാജിവാഹനം ഇറക്കി കുറുപ്പിയേട്ടൻ പിടിച്ച് പ്രയാർ സാറിൻ്റെ കയ്യിൽ, പ്രയാർ സാറാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി വന്ന് പറഞ്ഞു ഇത് എനിക്ക് അവകാശപ്പെട്ടാണ്, തന്ത്രിക്ക് അവകാശപ്പെട്ടാണ് വാങ്ങാൻ. അങ്ങനെ ഉണ്ടോ? തന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ? എനിക്ക് അതേപ്പറ്റി കൃത്യമായിട്ടറിയില്ല, പലരും പറയുന്നുണ്ട്. അത് പക്ഷേ അത് ദക്ഷിണ കൊടുക്കുക അദ്ദേഹം അത് കൊണ്ടുവന്നില്ല. കാരണം ഇത് അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ കുറുപ്പ് സാറുണ്ടായിരുന്നു ഇവിടെ, ഞാനും ഉണ്ട്, ഞങ്ങളെല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട്. ശ്രീകോവിലിന് നേരെ നിന്നിട്ടാണ് പ്രയാർ സാർ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. അദ്ദേഹം EMSും വേറൊരു നീളമുള്ള ഒരാളുണ്ട്, ഇവരെല്ലാം കൂടെ പിടിച്ച് ശ്രീകോവിലേക്ക് പുള്ളിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ചെന്ന് തൊട്ട് തൊഴുതു. കാരണം ഇത്ര നാൾ കൊടിമരം ഉണ്ടായിരുന്നു, അത് താഴെ ഇറക്കിയപ്പോൾ ഒരു കൗതുകം കൊണ്ട് നമ്മൾ തൊട്ട് തൊഴുതു. പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ടേ ഇല്ല. അത് നമുക്ക് എപ്പോഴും തൊഴാൻ പറ്റുന്നതല്ല, എപ്പോഴും തൊഴാൻ പറ്റും. നമ്മൾ തൊട്ട് ഇതിനു മുമ്പ് നമ്മൾ നേർക്കാഴ്ചയിൽ പോലും കിട്ടുന്ന സാധനമല്ല കൊടിമരത്തെ നമ്മൾ മേലെ ഇങ്ങനെ നോക്കി തൊഴും. താഴെ വന്നപ്പോൾ ഞങ്ങൾ പോയി തൊഴുതു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അവകാശപ്പെട്ട നമ്മളതൊന്നും തർക്കിക്കാനൊന്നും പോയില്ല, നമുക്ക് അതേപ്പറ്റി അറിയത്തുമില്ല, നമ്മൾ അത് വിട്ടു. അത് കഴിഞ്ഞ് ഓരോ പറയായിട്ട് ഇറക്കി. ഈ ഓരോ ഇറക്കുമ്പോഴും ദേവസ്വം ബോർഡ് കമ്മീഷണർ, ദേവസ്വം ബോർഡ് മെമ്പർ,
ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെയിലാണ് ഇത് ഓരോ സാധനങ്ങൾ ഇറക്കി കൊടുത്തത്. അതിനുശേഷം അവിടെ വെച്ച് തന്നെ എല്ലാത്തിൻ്റെയും തൂക്കം നിർണ്ണയിച്ച് അവിടെ വെച്ച് തന്നെ മഗസർ തയ്യാറാക്കി ഇത് ആറന്മുള സ്ട്രോങ് റൂമിലേക്ക് ഈ സാധനം എല്ലാം മാറ്റുകയായിരുന്നു. അപ്പം ഈ വാജിവാഹനത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു, ചേട്ടാ ഈ വാജിവാഹനം എവിടെ കിട്ടും, മാന്നാർ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ എന്ത് വാജിവാഹനം? അതല്ല, അയ്യപ്പൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് സാധാരണ ആരും അങ്ങനെ വീട്ടിൽ വെച്ച് പൂജിക്കാറില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം അത് കൊടിമരം ഉണ്ടെങ്കിലല്ലേ ഈ മുകളിൽ വാഹനം വരുള്ളൂ. വാഹനം മാത്രമല്ല മേടിച്ച് ചോദിച്ചു, ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാന്നാറി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കും. ഞാൻ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു, ആന്ധ്രയിലുള്ള ഒരു വലിയൊരു വ്യവസായ പ്രമുഖൻ്റെ പൂജാമുറിയിൽ അവരൊരു പിരിവിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു. കുറേ നേരം ഒന്നും കാണുന്നില്ല. അപ്പോൾ അവർ ആ വീടെല്ലാം പൂജാമുറി കാണാണ്ട് അവിടെ ചെന്നപ്പം പൂജാമുറി തൊഴുത് അവിടെ ഒരു മാലയൊക്കെ ഇട്ട് ഈ വാജിവാഹനം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ശബരിമലത്തെ വാജിവാഹനം അങ്ങനെ അവിടെ വരാനുള്ള സാധ്യതയൊന്നുമില്ല, ശബരിമലത്തെ പോലെ എന്ന് പറയാനും പറ്റില്ല, ശബരിമല പീഠം കൂടെ കൂട്ടിയല്ലേ, വലിപ്പമുള്ളതല്ലേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അതായത് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഈ വാജിവാഹനം കൊണ്ടുപോയത് രാജീവ് തന്ത്രിയാണ്. രാജീവ് തന്ത്രിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഈ സാധനം ഹൈദരാബാദിലുള്ള ആർക്കോ വലിയ ധനാഢ്യന്മാർക്ക് വിറ്റതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കൂടി വന്നാൽ അങ്ങേയറ്റം വന്നാൽ 25 ലക്ഷം രൂപ, അതല്ലേ 50 ലക്ഷം രൂപ, അതിനപ്പുറം അതിന് വിലയും ഞാൻ മനസ്സിൽ നിശ്ചയിച്ചില്ല. അപ്പം ഞാനിത് ആദ്യം ആറന്മുള അന്വേഷിച്ചപ്പം ആറന്മുളയിൽ ഈ ഇങ്ങനൊരു വാജിവാഹനം ഇല്ല, സ്ട്രോങ് റൂമിലില്ല എന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഘട്ടത്തിലാണ് നമ്മൾ തത്വമയി ഒരു വാർത്ത ചെയ്തത്, നിങ്ങൾ പിന്നെ മണിയുടെ കാര്യമൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഞാൻ അന്വേഷിച്ചു. അപ്പം രാജീവ് തന്ത്രിയുടെ ഇത് കൊടുത്താണെന്ന് എനിക്ക് ബോധ്യമായി. അപ്പം വിവാദങ്ങളായി, അത് തത്വമയി വാർത്ത ചെയ്തു. പിന്നെ മറ്റ് ചില ചാനലുകളും പത്രങ്ങളും ഒക്കെ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ചില മാധ്യമങ്ങളോട് പറഞ്ഞു, വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടാണ്, തന്ത്രിയുടെ വീട്ടിൽ എൻ്റെ കൈവശമുണ്ട്, ആരുടെയും മുന്നേ പ്രദർശിപ്പിച്ചില്ല. അന്നേരം ഹൈദരാബാദിൽ സാധനം എത്തിയിട്ടില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഹൈദരാബാദിൽ തന്നെയാണ്, നമുക്ക് ഉറപ്പില്ല, തെളിവില്ല, നമ്മളതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പറയാൻ ഞാൻ തയ്യാറുമില്ല. എൻ്റെ ഒരു വിശ്വാസമാണ്, അല്ലെ എൻ്റെ ഒരു അറിവാണ്, പക്ഷെ തെളിവില്ലാത്ത ഒരു കാര്യം ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ എന്താ എടുത്തു, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 10 തന്ത്രിമാർ ശബരിമല വോയിസിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പം ഞാൻ ഈ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിമാരെ എല്ലാവരും വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ പിന്നെ വാഹനം എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തടി കൊണ്ടുള്ളതാണെങ്കിൽ, ഒരു വിഗ്രഹം എന്താ തടി കൊണ്ടുള്ളതാണെങ്കിൽ അത് അതിൽ ചൈതന്യം നഷ്ടപ്പെട്ട അംഗഭംഗം വരികയോ അങ്ങനെ ഉപയോഗിക്കാനൊക്കത്തില്ല. അതിൽ നിന്ന് ചൈതന്യം ആവാഹിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ മനുഷ്യ ശരീരം ദഹിപ്പിക്കുന്ന പോലെ ചെത കൂട്ടി ദഹിപ്പിക്കണമെന്നാണ്. അതേസമയം ശിലയാണെങ്കിൽ സമുദ്രത്തിലോ കായലിലോ ആഴമേറിയ ജലാശയങ്ങളിലോ വീണ്ടെടുക്കാനാവാത്ത വിധം അത് നിമഞ്ജനം ചെയ്യണമെന്നാണ് ആഗ്രഹം. അഥവാ ഇനി ലോഹമാണെങ്കിൽ ആ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉരുക്കുമ്പോൾ ലോഹം പുനർജനിക്കുക, ആ രൂപത്തിൽ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ലോഹം ഉരുക്കിയതിന് ശേഷം അത് പിന്നെ ശ്രീബലിബിംബം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പഴയ മണി ഉരുക്കി പ്രഭ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ദേവന് ഉപയുക്തമായ പൂജാപാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഇതാരും പുറത്ത് കൊണ്ടുപോകാറുമില്ല എന്ന് പറഞ്ഞു. അത്രയും എല്ലാ തന്ത്രിമാരാക്കാർക്ക് ഒരുപോലെ വന്നു. പക്ഷെ ഒരു തന്ത്രി എന്നോട് പറഞ്ഞു, ഇത് ദേവൻ്റെ മുതൽ ദേവസ്വം കൊടുക്കാതെ അവകാശമാണ് ഏറ്റുവാങ്ങിയിട്ട് റെസീറ്റ് കൊടുക്കണം, കൈപ്പറ്റിയ റെസീറ്റ് എന്ന് പറയും. അത് കൊടുക്കാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മോഷണമാണ്, മോഷണക്കുറ്റത്തിന് ഇദ്ദേഹത്തിന് പേര് കേസെടുക്കണം എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ പോയി അഖില കേരള തന്ത്രി മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ പറഞ്ഞു എൻ്റെ പേര് പറയണ്ട, എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അവർ തന്നു, പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വിവരമെല്ലാം ശബരിമല വോയിസിൻ്റെ ഗ്രൂപ്പിൽ എഴുതിയിട്ട് കഴിഞ്ഞപ്പം ഈ സാധനം എല്ലാം വിജയ് തമ്പി സാറ്, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി സാർ ഇതെല്ലാം രാജീവർക്ക് അയച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് രാജീവർക്ക് പരിഭ്രമമായി. രാജീവ് വിളിച്ച് തമ്പി സാറിൻ്റെ ചോദിച്ചു, എനിക്കെന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പി സാർ എന്നെ വിളിച്ചു. തമ്പി സാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, അയ്യപ്പൻ്റെ മുതൽ മറ്റൊരാൾ അന്യാധീനപ്പെടുത്തി കൊണ്ടുപോകാൻ പാടില്ല. ഒരു തരി പൊന്നായാലും ഒരു നാണയമായാലും ശബരിമല അയ്യപ്പൻ അവകാശപ്പെട്ട ഒന്നും മറ്റൊരാൾ അപകരിച്ചുകൊണ്ട് പോകല്ലെന്ന് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭക്തൻ്റെ കടമയാണ്. ആ ഒരു ഭക്തൻ്റെ വികാരമാണ് അത്. ശബരിമല എന്തെങ്കിലും പോയി നമ്മൾ സഹിക്കുമോ? ആ ഒരു വികാരം. അതുകൊണ്ട് അദ്ദേഹം അത് തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എല്ലാ വിവാദം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ അങ്ങയോട് സമ്മതിച്ചിട്ട് കാര്യമില്ല, എന്നോട് ഒന്ന് അദ്ദേഹം വിളിച്ച് പറയണം, അല്ലെങ്കിൽ എന്നെ രേഖാമൂലം അറിയിക്കണമെന്ന്. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാർ ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു. അപ്പം തമ്പി സാർ ഒരു പോസ്റ്റ് ഇട്ടു. രാജീവ് തന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചു. രാജീവ് തന്ത്രി ഈ അദ്ദേഹത്തിൻ്റെ അവകാശപ്പെട്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയ വാജിവാഹനം തിരിച്ച് ദേവസ്വം സ്ട്രോങ് റൂമിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് എന്നെ അറിയിച്ചു. അത് അദ്ദേഹം ചെയ്യും എന്ന് പറഞ്ഞു. ഞാനത് അവിടെ തന്നെ കൊടുത്തില്ല. ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഇന്നിപ്പോൾ ഞാൻ ദേവസ്വം കമ്മീഷനെ കണ്ട് പരാതി കൊടുത്തു ഈ വാജിവാഹനത്തിനെ പറ്റി.
അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്നലെ വരെ വെയിറ്റ് ചെയ്തു. ഇന്നലെ തമ്പി സാറിനെ ഒരുപാട് തവണ വിളിച്ച് തമ്പി സാറിനെ കിട്ടിയില്ല. ഇന്നൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇന്നൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇന്നൂടെ കിട്ടാതെ വന്നപ്പം ഞാൻ ഇന്ന് ദേവസ്വം കമ്മീഷർക്ക് പരാതി കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയ്ക്കകത്ത് ഈ തട്ടാവിള കുടുംബാംഗമായ മഹേഷ് പണിക്കർ ഒരു കാര്യം പറഞ്ഞു. ടിപ്പു സുൽത്താൻ്റെ വാള് 500 കോടി രൂപയ്ക്കാണ് വിജയമല്യ ലണ്ടനിൽ നിന്ന് ലേലത്തിൽ പിടിച്ചത്. ഇപ്പോൾ ഈ വാജിവാഹനം വെള്ളിയിൽ പണിതാണ്, അതിൻ്റെ അത് ഇറിഡിയമുണ്ടെന്ന് പറയുന്നു. സ്വർണം പൊതിഞ്ഞതാണ്, പൂശിതല്ല. ഈ സാധനത്തിൻ്റെ വില 50-100 കോടിയല്ല, 500-1000 കോടി ഇതിന് മൂല്യം വേണ്ട. അതാണ് ഇതിൻ്റെ വില. അങ്ങനെ മഹേഷ് പണിക്കർ ഒരു വാദം കണ്ടു റിപ്പോർട്ടർ ചാനലിൽ. അപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് അത്രയും ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. ശരിക്കും ഇതിന് നല്ല മൂല്യമുണ്ട്. നല്ല മൂല്യമുണ്ട്. കാരണം ഇരുമ്പിൽ നിർമ്മിച്ച വാള്, കൈപ്പിടികളിൽ മാത്രം രത്നങ്ങൾ പതിച്ചിരിക്കുന്ന ഒരു വാളാണ് 500 കോടി രൂപയ്ക്ക് മേടിക്കുന്നത്. ആന്റിക് വാല്യൂ. ഇതിന്റെ വാല്യൂ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പം ശില്പി ആയതുകൊണ്ട് മഹേഷ് പണിക്കർ പറഞ്ഞതിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. കാരണം അദ്ദേഹത്തിന് ആധികാരികമായിട്ട് അറിയാൻ പറ്റും, നമുക്കിതറിയത്തില്ല. ഞാനതിന് ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്കുള്ള ഞാൻ അതിന് വില കണ്ടിട്ടില്ല. കാരണം വെള്ളിയിൽ നിർമ്മിച്ചു, സ്വർണം പൊതിഞ്ഞ ശബരിമല ഇരുന്ന വാജിവാഹനം. അദ്ദേഹം പറയുന്നത് എത്രയാണ്? അല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 50-100 അല്ല, 500-1000 കോടി മൂല്യം ഉണ്ടെന്നാണ് മഹേഷ് പണിക്കരുടെ വാദം. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വിലയുള്ളതെന്ന് രാജീവ് ഗാന്ധിക്ക് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും, അല്ലെ അദ്ദേഹം കൊടുക്കാമെന്ന് പറയത്തില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എവിടെയെങ്കിലും ഇരുന്നാൽ ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും വല്ല പൂജ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ ചൈതന്യം ആവാഹിച്ച് മാറ്റിയതിന് ശേഷം അത് ജഡ സമാനമാണ്, ജഡത്തിന് തുല്യമാണ്. നമ്മൾ എത്ര സുന്ദരനായാലും സുമുഖനായാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ ഉണക്കി വെക്കുമോ? നമ്മളെ വിധി പ്രകാരം നമ്മളെ സംസ്കരിക്കും. ആത്മാവ് നമ്മളെ വിട്ടുപോയ നമ്മൾ ജഡമാണ്. ആ ജഡം കുറച്ച് കഴിഞ്ഞാൽ നാറും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണിത് മരമാണെങ്കിൽ ദഹിപ്പിക്കണമെന്നും ശിലയാണെങ്കിൽ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യണമെന്നും ലോഹമാണെങ്കിൽ ഉരുക്കണമെന്നും പറഞ്ഞു. ഈ സാധനം ജഡമാണ്. ഈ ജഡം കൊണ്ട് എവിടെ കൊണ്ട് വെച്ചാലും അത് ഐശ്വര്യമല്ല വരുന്നത്, അനർത്ഥങ്ങൾ വരുന്നു, ഐശ്വര്യക്കേടാണ്. അത് ജഡ സമാനമാണ്. അതൊരു തന്ത്രിക്ക് ഈ കാര്യമൊന്നും അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു തന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്ക് അതൊന്നും അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം തിരിച്ചു കൊടുക്കുക എന്നുള്ള. ഇന്നലെ വരെ വെയിറ്റ് ചെയ്തിട്ടും അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ അന്വേഷിച്ചു, തിരിച്ചവിടെ എത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദേവസ്വം കമ്മീഷനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നത്. കാരണം അയ്യപ്പൻ്റെ മുതലാണ്, അത് അയ്യപ്പൻ്റെ അടുക്ക തന്നെ കിട്ടണം, തിരിച്ചു കിട്ടണം. അയ്യപ്പൻ്റെ സ്ട്രോങ് റൂം ആറന്മുളയാണ്, അതവിടെ തിരിച്ചു കിട്ടണം. അതാണ് എൻ്റെ ഒരു നിലപാട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞാൽ തന്ത്രി അവകാശപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്ത്രിക്ക് അവകാശപ്പെട്ടത് എന്താ? ഒരു പൂജയ്ക്ക് വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന വസ്ത്രം, അദ്ദേഹത്തിന് ഭക്ഷണം നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ, അത് അദ്ദേഹത്തിന് അവകാശമില്ല. ദക്ഷിണ പോലും പൂജ നടത്തിക്കുന്ന ആൾക്കാരുടെ മനസ്സ് പോലെ അദ്ദേഹം കൊടുക്കുന്നത് അത് അവകാശമല്ല, അത് കൂലിയല്ല. നമ്മൾ സന്തോഷത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, അദ്ദേഹം ചെയ്ത പണിക്ക് നമ്മളൊരു വേതനമെന്ന് പറയാൻ പറ്റത്തില്ല, അത് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്ന സമർപ്പണമാണ്. എന്നോട് ഈ തന്ത്രിമാരെല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു അവകാശം തന്ത്രിമാർക്കില്ല. ഇനി തന്ത്രി മണ്ഡലമായാലും തന്ത്രി സമാജമായാലും അങ്ങനെ ഒരു അവകാശമില്ല. ഇപ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന ആരുടെയാണ്? അനന്തഗോപൻ സാർ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരം മാറിയപ്പോൾ അതിന് വേണ്ടത്തെ വാഹനം തന്ത്രിക്ക് കൊടുത്തു. തന്ത്രി അത് ഏറ്റുവാങ്ങിയതിന് ശേഷം ഒരു ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് ദേവസ്വം ബോർഡിന് കൊടുത്തു. അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. അപ്പം തന്ത്രിക്ക് അവകാശപ്പെട്ടാന്ന് പലരും പറയും. ഈ കാര്യത്തിലൊന്നും ഏകരൂപ്യമില്ല. ഒരു തന്ത്രിയുടെ ചുമതല എന്താ? തന്ത്രിയുടെ ചുമതല രാജീവ് തന്ത്രിയുടെ യോഗ്യത പരിശോധിക്കാൻ കേരളത്തിൽ നമ്മുടെ ശബരിമല വോയിസിലുള്ള 10 തന്ത്രിമാരുണ്ട്. ഈ 10 തന്ത്രിമാരുടെ മുമ്പിൽ അദ്ദേഹം ഒരു പരിശോധനയ്ക്ക് വിധേയനാകട്ടെ. ഏതൊരു ജോലിക്കും യോഗ്യത വേണം. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ അന്വേഷിക്കണം, അതൊക്കെ ഒരുപാട് വരും. ശബരിമല തന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് രാജീവ് തന്ത്രി ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ തന്ത്രിയുടെ ജ്യേഷ്ഠനാണ്. കാരണം താഴമൺ കുടുംബം എന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ കാരായ്മ അവകാശമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി ആണ് ആ കുടുംബത്തിലെ കാരണവരായിട്ട് വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ കാരണവർ മോഹനൻ തന്ത്രിയാണ് ഇപ്പോഴത്തെ. ആദ്യം എൻ്റെ ഓർമ്മയായപ്പോൾ നീലകണ്ഠ തന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ തന്ത്രി, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മോഹനൻ തന്ത്രി. ഇനി മോഹനൻ തന്ത്രിയുടെ കാലം കഴിഞ്ഞാൽ മഹേശ്വരൻ തന്ത്രി. ഞാൻ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, രാജീവ് തന്ത്രി ഒറ്റക്കാലിൽ നിന്ന് 7 കൊല്ലം തപസ് ചെയ്താൽ പോലും ശബരിമലത്തെ മുഖ്യതന്ത്രി ആവാൻ പറ്റില്ല. കാരണം പ്രായം രാജീവ് തന്ത്രിയെക്കാട്ടി മുതിർന്നയാൾ മോഹനൻ തന്ത്രിക്ക് ആകത്തുള്ളൂ. ഇനി അടുത്ത തലമുറ ബ്രഹ്മദത്തിൻ്റെ കാര്യം വന്നാലും ബ്രഹ്മദത്തിനും ആകാൻ പറ്റില്ല, കാരണം മഹേഷാണ് മൂത്തത്. ഇനി അടുത്ത തലമുറ
മഹേഷിൻ്റെ മകനെ ആകത്തുള്ളൂ, ഇനി ബ്രഹ്മത്തിന് ഉണ്ടാകാൻ പോകുന്ന മകനാകത്തില്ല, പ്രായത്തിലുള്ള വ്യത്യാസം. അപ്പം ശബരിമല തന്ത്രിയാകാൻ വേണ്ടി, ശബരിമലത്തെ മുഖ്യ തന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം കളിച്ച കളികളാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് നേർസാക്ഷ്യം. എനിക്കതിൽ വേണേൽ കേസ് കൊടുക്കണം, ഞാൻ തെളിയിക്കാം, എൻ്റെ തെളിവുണ്ട്. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 20 വർഷമായിട്ട് ഈ 2006 കേസ് ഉണ്ടായ കാലം തൊട്ട് ഞാൻ ഈ കേസിന് പിന്നാലെ നടക്കുന്ന ഒരാളാണ്. എനിക്ക് അതിൻ്റെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. കാരണം ശബരിമല എന്ന് മോഹനൻ തന്ത്രിയെ അകറ്റി നിർത്തിയത് കൊണ്ടാണ് ഈ അനധികൃതമായ നേട്ടങ്ങളെല്ലാം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. കാരണം ഇദ്ദേഹം നല്ല വെളുത്ത് ചുമന്നിരിക്കും, ആൾക്കാരെ കണ്ട തോളെ തട്ടും, നല്ല ഇടപെടലാണ്, ഒക്കെയാണ്. പക്ഷേ തൊലി മാത്രമേ വെളുത്തുള്ളൂ, ഉള്ളു മുഴുവൻ കറുപ്പാണ്. ഉള്ളു മുഴുവൻ കറുപ്പ്. ഞാൻ പച്ചയ്ക്ക് ഒരു ചാനലിൻ്റെ മുമ്പിൽ, സനവിന് മുമ്പ് ഞാൻ പറയാം, ഞാനാണ് പറയുന്നത്. അത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്ത് വന്നാലും ഞാൻ എൻ്റെ സ്വന്തം റിസ്കിലാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു തന്ത്രി എങ്ങനെ, ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം. ഒരു 3-4 വർഷം മുമ്പ് ഒരു വിഷു പൂജ കഴിഞ്ഞ് പോകാൻ നേരം ഞങ്ങൾ തന്ത്രിയുടെ മുറി നിൽക്കുക. അവിടെ ഒരു പെൺകുട്ടി, തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഓടി വന്നു, പ്രസാദം എല്ലാവരും കൊടുക്കാൻ മേടിക്കാൻ വന്നു. ഉടനെ നിൻ്റെ പൈസ ഉണ്ടോടി എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അപ്പം ഞാൻ നോക്കി ഒരു 8-9 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഇനി ആ കൊച്ചിന് ശബരിമലയ്ക്ക് വേണ്ടി ഒരു 50 വയസ്സ് കഴിയണം. അപ്പം ഞാൻ രാജീവേട്ടനെ പറഞ്ഞു, രാജീവേട്ട ആ കൊച്ചിന് ഇപ്പോൾ ഒരു 8-9 വയസ്സ് കാണും, ഇനി അതിന് ശബരിമലയ്ക്ക് വേണ്ടി ഒരു 50 വർഷം കഴിയണം. അപ്പോൾ രാജീവേട്ടൻ ഒരു വർഷം ഉണ്ടാകത്തില്ല. ആ ഒരു കൊച്ചു കുഞ്ഞല്ലേ, ആ പൈസ ഞാൻ തരാമെന്ന് എൻ്റെ പോക്കറ്റ് ഞാൻ പൈസ എടുത്ത് പേഴ്സ് എടുത്ത് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആ കൊച്ചിനെ കൈ കൊട്ടി വിളിച്ചു. ഓടി വന്നിട്ട് ആ കൊച്ചിന് പ്രസാദം എടുത്തു. കൊച്ചു ഭയങ്കര സന്തോഷത്തോടെ എന്നെ ഒന്ന് നോക്കി, തന്ത്രിയതയെ നോക്കി തൊഴുത്തിട്ട് ആ കൊച്ചു ഓടിപ്പോയി. കാരണം ഒരു കൊച്ചു കുഞ്ഞിനോട് 10 രൂപ. കാരണം നീലകണ്ഠന് തന്ത്രിയോ മഹേശ്വരി തന്ത്രിയോ മോഹനൻ തന്ത്രിയോ മഹേഷ് തന്ത്രിയോ ഒന്നും ഫ്രണ്ടിൽ വന്നിരുന്ന് പൈസ മേടിക്കാറില്ല. ഇദ്ദേഹം ബസ് കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തിട്ട് കണ്ടക്ടർ പൈസ മേടിച്ച് കൈ വെക്കുന്ന പോലെ വിരൽ വെച്ചിട്ട് അദ്ദേഹം ഒരു തന്ത്രിയാണെന്ന് പറയാൻ എനിക്ക് നാണമുണ്ട്. കാരണം അദ്ദേഹം ഒരു തന്ത്രി ആരാണ്? ഇപ്പോൾ മറ്റുള്ള എല്ലാ തന്ത്രിമാരും ആ കുടുംബത്തിൽ അകത്തേ ഇരിക്കത്തുള്ളൂ, തന്ത്രി മുറിയിലേ ഇരിക്കത്തുള്ളൂ, പുറത്ത് വന്നിരിക്കത്തില്ല. അദ്ദേഹം പുറത്ത് വന്ന് കാശ് മേടിച്ചൊക്കെ, മറ്റുള്ള കാശ് കയ്യിലും മേടിക്കത്തില്ല. അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ടാളാൻ പറയും. ഇവരാരും കയ്യിൽ കാശ് മേടിക്കത്തില്ല. ഇത് മാത്രം കാശ് മേടിച്ച് വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ ബസ് കണ്ടക്ടർ കയ്യിൽ വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ഇദ്ദേഹം ഒരു തന്ത്രിക്ക് എത്ര കോടി രൂപയാണ് കിട്ടുന്നത്? ഒരു തന്ത്രിക്ക് എത്ര കോടിയാണ് നിങ്ങളുടെ ഒരു വിചാരം? അവർക്ക് കിട്ടുന്ന കൂടെ അവർക്ക് ഏതെല്ലാം തരത്തിൽ വരുമാനം വേറെയുണ്ട്. ഈ മേശാന്തി വരണം, കീശാന്തി വരണം, മാളിപ്പുറം മേശാന്തി ഒക്കെ ഇവരോട് കാശ് മേടിക്കും. ഓരോ ശബരിമല 41 കഴിയുമ്പോൾ കാശ് മേടിക്കും, മകരവിളക്ക് കഴിയുമ്പോൾ കാശ് മേടിക്കും, ഓരോ മാസപൂജയ്ക്കും കാശ് മേടിക്കും. പിന്നെ വരുന്ന സ്പോൺസർമാർ, പിന്നെ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ തന്ത്രി പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പടി എത്ര പൈസ വേണം ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ? ഒരു കുന്നോളം ആഹാരം നമ്മുടെ മുന്നിൽ അടക്കി വെച്ചുള്ളൂ. നമ്മുടെ വയറ്റിൽ ആഹാരമല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കാശ് ഒരു കാക്കയ്ക്ക് തിന്നാൻ പുള്ളി കൊടുക്കത്തില്ല, ഒരു ഉറുമ്പിന് തിന്നാൻ കൊടുക്കത്തില്ല, ഒരു പാവപ്പെട്ട വന്ന ഒരു ഉള്ള ചോറ് കൊടുക്കത്തില്ല. ഇതിനും മാത്രം സ്വത്ത് എന്തിനാണ്? ഈ ഭഗവാനെ കാണാൻ വരുന്ന ഭക്തർ ഇദ്ദേഹത്തിന് എന്തിനാണ് ദക്ഷിണ കൊടുക്കുന്നത്? ദക്ഷിണ പ്രസാദം കൊടുക്കുന്നതിന് പ്രസാദം എന്തിനാണ്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം ശബരിമലയിൽ ചെല്ലുമ്പോൾ സത്യം വധ ധർമ്മജലം, നമ്മൾ സത്യമായിട്ട് ഉള്ള കാര്യങ്ങളെ പറയാവൂ, ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാവൂ, ധർമ്മമാർഗ്ഗത്തിൽ നമ്മൾ ചെയ്യാവൂ. തെറ്റ് കണ്ടാൽ അത് തന്ത്രിയായാലും മന്ത്രിയായാലും തെറ്റാണെങ്കിൽ പറയാൻ നമുക്ക് ആർജവം വേണം. നമുക്കൊരാൾ ഭഗവാനോട് മാത്രമേ വിധേയത്വം കടപ്പാടും പാടുള്ളൂ. അതാണ് എൻ്റെ ലൈഫ്. തീർച്ചയായും. അവസാനം ഒറ്റ ഒരു ചോദ്യം കൂടെ, വളരെ നിർത്താം. ഇപ്പോൾ 5 വർഷമായി ഇത്രയധികം കാര്യങ്ങളും ഈ അങ്ങ് പറഞ്ഞ വിവാദങ്ങളും എല്ലാം അങ്ങയുടെ കണ്ണിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഇനിയും ഒരു ശാശ്വത പരിഹാരം ശബരിമലയിലായിട്ടില്ല. ഈ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ലോകത്ത് ഇതുപോലെ വിവാദങ്ങളുടെ പേരിൽ മാത്രം പത്രമാധ്യമങ്ങളിൽ നിറയാൻ വിധിക്കപ്പെട്ട ഇത്രയും പേരും പ്രശസ്തിയുള്ള മറ്റൊരു ക്ഷേത്രമില്ല. അതാണ് ഭക്തരെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടെയുള്ള ഇപ്പം ഈ അവിടെ സംബന്ധിച്ചൊരു വാർത്ത നെഗറ്റീവായിട്ട് കൊടുക്കുമ്പോൾ ഉള്ളു വേദനിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ വാർത്ത ജനങ്ങളെ അറിയിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. ഇതിൽ നിന്ന് എന്നായിരിക്കും ഒരു മാറ്റം വരിക? അതായത് ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നോമിനികളാണ് ഇപ്പം ശബരിമല വരുന്ന. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായാലും അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാം പ്രസിഡന്റ് മെമ്പർമാരെല്ലാം കോട്ട നിശ്ചയിച്ചിട്ടാണ് കൊടുക്കുക. ആ രീതിക്ക് മാറ്റം വരണം. കാരണം ഇപ്പം ശബരിമല മേൽശാന്തി എന്ന് പറയുന്ന ഒരാൾക്ക് ശബരിമല കീശാന്തിയുടെ പണിയേ ഉള്ളൂ. കാരണം അമ്പലം തുറക്കുക, അടയ്ക്കുക, ഉച്ചപൂജയ്ക്ക് നടത്തുക, വൈകിട്ട് അത്താഴ പൂജ, ബാക്കി എല്ലാ പ്രധാനപ്പെട്ട പൂജകളും തന്ത്രിയാണ് ചെയ്യുന്നത്. മേൽശാന്തിക്ക് അവിടെ യാതൊരു റോളും വരുന്നില്ല. കാരണം പണ്ടത്തെ പോലെ 4 വർഷത്തേക്ക് ഒരു ദേവസ്വം ബോർഡ് വരികയാണെങ്കിൽ ആദ്യത്തെ 1 വർഷം അവർ പഠിക്കാൻ പൊയ്ക്കോട്ടെ, അടുത്ത 2 വർഷം അവർ പ്രവർത്തിച്ചില്ല, അവസാനത്തെ 1 വർഷം അവർ പൈസ ഉണ്ടാക്കാൻ മെനക്കെട്ടെ, എന്നാലും 2 വർഷം ശബരിമല കാര്യം നടക്കുമോ? 2 വർഷം അവിടെ കാര്യം നടക്കുമോ? ഇപ്പോഴത്തെ ഭരണ സംവിധാനം മാറണമെങ്കിൽ ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർ, ഇവർക്കാർക്കും ഭക്തിയുള്ള ആൾക്കാർ, ഇവരാരും വിശ്വാസികൾ, ഇവരൊക്കെ രാഷ്ട്രീയ നോമിനികളാണ്. ഇവർക്കാർക്കും അയ്യപ്പനിൽ വിശ്വാസമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അയ്യപ്പനെ വിശ്വസിക്കുന്ന അയ്യപ്പനായിട്ടുള്ള ആൾക്കാർ അയ്യപ്പനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ശബരിമലയ്ക്ക് വരുന്ന കാലത്ത് മാത്രമേ ശബരിമല വിവാദങ്ങൾ മാറത്തുള്ളൂ.
ശബരിമല വിവാദങ്ങൾ മാറി തുടങ്ങണം. ഭക്തജനങ്ങളുടെ പ്രാതിനിധ്യം വേണം. കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബോഡി, പ്രത്യേക ഒരു ഭരണസമിതി, ഗുരുവായൂർ ഭരണസമിതി പോലെ, ഗുരുവായൂർ ഭരണസമിതി നോമിനിയാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റുള്ളവർക്കൂടെ പ്രാധാന്യം വരണം. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ, ആ ഹൈന്ദവ സംഘടനകൾക്ക് എല്ലാ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടന എന്ന് വെച്ചാൽ ഒരുപാട് ഹൈന്ദവ സംഘടനകളുണ്ട്, അങ്ങനെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾക്കൂടെ ഒരു അഡ്വൈസറി ബോർഡ്, അവർക്ക് പ്രസിഡന്റും മെമ്പറും കാറും ഒന്നും കൊടുക്കാനല്ല വന്നത്, ഈ ഒരു 9 അംഗമായിട്ടുള്ള ഒരു അഡ്വൈസറി ബോർഡ് കൂടെ ഇതിന് മേലെ ഉണ്ടാകണം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും 2 മെമ്പർമാരുമാണ് ഉള്ളത്. അതിന് പുറകെ ഒരു 9 അംഗ അഡ്വൈസറി ബോർഡ്, അത് NSന്റെ പ്രതിനിധിയാകാം, SNDPയുടെ പ്രതിനിധിയാകാം, സന്യാസിയുടെ പ്രതിനിധിയാകാം, മറ്റുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടന 9 പേര് മതി. 9 പേരുടെ ഒരു, അല്ലെങ്കിൽ 18 ആകാം, 18 അല്ലെ ശബരിമല. അപ്പോൾ എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം വരും. അങ്ങനെ അവരുടെ ഒരു അഡ്വൈസറി ബോർഡ്, ആ അഡ്വൈസറി ബോർഡിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കുള്ള കണക്കിലെടുത്ത് വേണം ഇവർ ഭരണം നടത്താൻ. ഇന്നത്തെ ഈ രീതി പോയാൽ കൂടുതൽ വിവാദങ്ങളിലേക്കേ ഉണ്ടാകത്തുള്ളൂ, ഈ കൂടുതൽ വിവാദങ്ങളിലേക്കേ പോവുള്ളൂ. അതുകൊണ്ട് ശബരിമലയ്ക്ക് വിവാദങ്ങളല്ല, ശബരിമലയ്ക്ക് വിവാദം. കാരണം നമ്മളെന്ന് നോക്കിയേ, ശബരിമല ഓരോ വർഷവും ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സംവിധാനം നോക്കിയാൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരുന്നവരുടെ മുഴുവൻ പേരുടെയും ഡാറ്റ സർക്കാരിൻ്റെ ചെല്ലുക. ഇപ്പോൾ ഗുരുവായൂർ പോകണമെങ്കിൽ നമുക്ക് വെർച്വൽ ക്യൂ ഒന്നും ബുക്ക് ചെയ്യണം, ഗുരുവായൂർ എല്ലാ ദിവസവും തിരക്കുള്ള ക്ഷേത്രമാണ്. പക്ഷേ ശബരിമല വരുന്ന ആരാണെന്ന് അറിയണം, എവിടെ നിന്നാണെന്ന് അറിയണം, അവൻ്റെ പ്രായം അറിയണം, അവൻ്റെ ഊരും പേരും ഒക്കെ അറിയണം. അതിനാണ് സർക്കാർ സംവിധാനം വെർച്വൽ ക്യൂ. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്കാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് മുഴുവൻ ഇൻവിറ്റേഷൻ കൊടുത്തത്. റാൻഡമായിട്ട് അവർക്ക് മെയിൽ പോയി അവർക്കാണ് വന്നത്. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക്. ഞാൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് പോകാറില്ല, അതുകൊണ്ട് എനിക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടില്ല. ഞാൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തല്ല പോകുന്നത്. നമ്മളൊരു മാധ്യമം പറഞ്ഞ് നമ്മൾ രാവിലെ ശബരിമലയ്ക്ക് പോകും, ഉച്ചയാകുമ്പോൾ നമ്മൾ ശബരിമലയിൽ നിന്ന് പോരും. ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഡോളിക്കാണ് പോകുന്നത്. ഇപ്പം നടന്ന് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, നടന്ന് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡോളിയിലാണ് പോകുന്നത്. അപ്പോൾ അത് വെർച്വൽ ക്യൂ എടുത്തല്ല പോകുന്നത്. അത് ചിലപ്പോൾ 1-ാം തീയതി 5-ാം തീയതി ഏതെങ്കിലും ഇടയ്ക്ക് സൗകര്യപ്രദമായ ഒരു ദിവസമാണ് പോകാറുള്ളത്. അപ്പോൾ ഇതിന് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ബോർഡ്, എല്ലാ വിഭാഗത്തിനും പ്രാധാന്യമുള്ള ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടാക്കിയാൽ അവരുടെ കൂടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്നത്തെ ഇതിന് മാറ്റം വരും. തൽക്കാലം അതെങ്കിലും ചെയ്താൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ എളിയ അഭിപ്രായം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീ. നമസ്കാരം. നമസ്തേ.